ശ്രീമതി സരിത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്തതാണെന്ന് ഇന്ന് എല്ലാവർക്കും വ്യക്തമാണ്. കാര്യം കോടതി വിധിന്യായം അടക്കം വന്നു. ഉമ്മൻചാണ്ടി സാറിനെ 2-3 വർഷം നിരന്തരമായി വേട്ടയാടി. വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞല്ലോ. സരിതയ്ക്കെതിരെ എന്താ കേസെടുക്കാത്തത്? വ്യാജ പരാതിയാണ്, ലീഗൽ റീകോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ദുരുപയോഗമാണ് എന്നെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി സംശയമില്ല, കോടതി പറയുകയും ചെയ്തു. അപ്പം വ്യാജ പരാതി പറഞ്ഞ സരിതയ്ക്കെതിരെ എന്താ കേസെടുക്കാത്തത്? അപ്പോ ഈ നാട്ടിന്റെ ഏറ്റവും ജനകീയനായ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനും ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവനിര താരങ്ങളിൽ ഒന്നായ നിവിൻ പോളിക്കും അങ്ങനെ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എവിടെ നീതി കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത്. മുഖ്യമന്ത്രിയോടും കൂടെ ഒരു വാക്ക്. മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയന്റെ ഇന്നലത്തെ പ്രസ്താവന കണ്ടു. ഈ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹം ഒരു നിലപാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റാണ്. അദ്ദേഹം എന്റെയും കൂടെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെയും കൂടെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ആദരവോട് ചോദിക്കാനുള്ളത്, അപ്പൊ ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ, സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സ്ത്രീയെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അങ്ങനെ പ്രശ്നമുണ്ടാക്കിയാൽ അവർക്കെതിരെ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിന്റെ പാർട്ടി സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അപ്പൊ ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെയും പുരുഷന്മാരുടെ അന്തസ്സിനെയും ചോദ്യം ചെയ്താലോ? നമസ്കാരം. ചലച്ചിത്ര താരം ഹണി റോസ് തന്നെ ശാരീരികമായും ലൈംഗികപരമായും വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ എന്ന സ്വർണ്ണ വ്യാപാരിക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നേരിട്ടറിയിക്കുന്നു. മുഖ്യമന്ത്രി 24 മണിക്കൂറിനകം ആ പരാതിയിന്മേൽ നടപടിയെടുക്കുന്നു. നല്ല കാര്യം. സ്ത്രീത്വത്തിനെതിരെ അപമാനകരമായ രീതിയിൽ, അധിക്ഷേപകരമായ രീതിയിൽ, ലൈംഗിക ചുവയോടുകൂടി, ദ്വയാർത്ഥ പ്രയോഗത്തോടുകൂടി ആര് തന്നെ എന്ത് പറഞ്ഞാലും മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഇത് ഹണി റോസിനെ പോലുള്ള ഒരു ചലച്ചിത്ര താരം ഇങ്ങനെ പറയുമ്പോൾ നടപടിയെടുക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് സാധാരണക്കാർ ഇത്തരത്തിൽ മറ്റൊരു അഭിപ്രായം പറഞ്ഞാൽ സാധാരണക്കാർക്കുണ്ടാവുന്ന ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും മുഖ്യമന്ത്രിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിനിമ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി തന്നെ ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഹണി റോസ് നൽകിയ പരാതിക്ക് മുഖ്യമന്ത്രി നടപടിയുണ്ടാക്കി എത്രയും വേഗം പ്രതി എന്ന് തോന്നുന്നയാളെ കസ്റ്റഡിയിലെടുക്കുകയും അയാളെ കോടതി ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അത് വലിയ കാര്യം തന്നെയാണ്. എന്നാൽ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഞാൻ എൻ്റെ 2 മുതിർന്ന ആൺകുട്ടികളുമായി ഫോട്ടോ എടുത്ത് നിൽക്കുമ്പോൾ ആ ഫോട്ടോയ്ക്ക് അടിയിൽ വന്ന് ഇവിടെ സൈബർ ഗുണ്ടകൾ എന്ന് പറയുന്ന ആളുകൾ വളരെ മോശമായ വൈകൃതങ്ങളായ കമന്റുകൾ ഇടുകയുണ്ടായി. ഹണി റോസിനെതിരെ ലൈംഗിക അധിക്ഷേപം ഉയർത്തിയ ഏതാണ്ട് 30ഓളം ആളുകളുടെ പേരിൽ പോലീസ് കേസെടുത്തു, അവരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. സൈബർ പോലീസാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത്. അങ്ങനെയെങ്കിൽ താൻ തൻ്റെ 2 മുതിർന്ന ആൺകുട്ടികളുമായി ഒപ്പം നിൽക്കുന്ന പടത്തിന് അടിയിൽ വന്നുകൊണ്ട് കമന്റിട്ട് ആളുകളെ എന്തുകൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നില്ല? സൈബർ പോലീസ് അതൊന്നും കണ്ടില്ലേ എന്നാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത്. താൻ പലപ്പോഴും പരാതിപ്പെട്ടിട്ട് തൻ്റെ പരാതിയിന്മേൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നുകൂടി ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നതും ഇത് തന്നെയാണ്. മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ നായികയായ സരിത കൊടുത്ത പരാതി വ്യാജമാണ് എന്ന് എല്ലാ അന്വേഷണ ഏജൻസികളും കണ്ടെത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ആ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കുകയുണ്ടായി. എന്നിട്ടും സരിതയ്ക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുത്ത് അന്വേഷിക്കാത്തത് എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് നട്ടലുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ സരിതയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു അവരെ ജയിലിൽ അടയ്ക്കൂ എന്നാണ് പറയുന്നത്. രാഹുൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് പ്രശസ്ത സിനിമാ താരം നിവിൻ പോളിക്കെതിരെ ഒരു പരാതി ഉയരുന്നത്. നിവിൻ പോളി തന്നെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് വിളിച്ചു വരുത്തി തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു, തന്നെ മാനഭംഗപ്പെടുത്തി എന്നാണ് ഒരു പെൺകുട്ടി പരാതി നൽകിയത്. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ പെൺകുട്ടിയുടെ പരാതി വ്യാജമാണെന്നും ഈ പരാതി നൽകിയ അവസരത്തിൽ നിവിൻ പോളി സ്ഥലത്തേ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള അതിരൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ഉണർന്നു വന്നത്. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ നിവിൻ പോളി തെറ്റുകാരനല്ലെന്നും ആ പെൺകുട്ടി വ്യാജ പരാതിയാണ് കൊടുത്തത് എന്ന് തെളിയുകയുണ്ടായി. എന്നിട്ട് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി പോലീസ് എടുത്തോ ഇല്ലയോ എന്ന് വ്യക്തമാക്കാത്തത്? ആ പെൺകുട്ടിയെ ജയിലിൽ അടച്ചോ? ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെതിരെ ഏതെങ്കിലും തരത്തിൽ വ്യക്തിയാധിഷ്ഠിതമായ അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ലൈംഗികപരമായ ആക്ഷേപങ്ങൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കേസെടുക്കേണ്ടത് തന്നെയാണ്, മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് തന്നെയാണ്. അതിനെതിരെ ആർക്കും പരാതിയില്ല. എന്നാൽ എന്തുകൊണ്ടാണ്
നിവിൻ പോളിക്കെതിരെ ഒരു പെൺകുട്ടി തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കേസിൽ നിവിൻ പോളി നിരപരാധിയാണ് എന്ന് തെളിഞ്ഞിട്ട് പോലീസ് ആ പെൺകുട്ടിയെ എന്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലടച്ചതുപോലെ ജയിലിലടയ്ക്കുന്നില്ല? ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് എല്ലാ നിയമങ്ങളും എല്ലാ ആളുകൾക്കും എല്ലാ പൗരന്മാർക്കും ഒരേപോലെ തന്നെ ബാധകമല്ലേ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. ഇവിടെ പെണ്ണുങ്ങൾ ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിന്മേൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്ന സർക്കാരും ആഭ്യന്തര സംവിധാനങ്ങളുമെല്ലാം എന്തുകൊണ്ടാണ് പുരുഷന്മാർക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം കടന്നുകയറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്തത്? പുരുഷന്മാരുടെ ആത്മാഭിമാനത്തിന് ഒട്ടും വിലയില്ലേ? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയരുകയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികപരമായ കാര്യങ്ങളിൽ അയാളെ കേസിൽ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അയാളുടെ ജന്മവും അയാളുടെ കരിയറും സ്വപ്നവും ജീവിതവും എല്ലാം തകരും. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും പോലീസുകാരും ഇതൊന്നും മനസ്സിലാക്കാത്തത് എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. രാഹുൽ ഈശ്വർ ഹണി റോസും ബോബി ചെമ്മണ്ണൂരുമായി നടന്ന കേസിന്റെ നാൾവഴികളെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകരോട് പ്രസ് ക്ലബ്ബിൽ വെച്ച് ഒരു മീറ്റിംഗ് നടത്തുന്നതിനിടയിലാണ് രാഹുൽ ഈശ്വർ ഇത്തരം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞത്. രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ശ്രീമതി സരിത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്തതാണെന്ന് ഇന്ന് എല്ലാവർക്കും വ്യക്തമാണ്. കാര്യം കോടതി വിധിന്യായം അടക്കം വന്നു. ഉമ്മൻചാണ്ടി സാറിനെ 2-3 വർഷം നിരന്തരമായി വേട്ടയാടി. വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞല്ലോ. സരിതയ്ക്കെതിരെ എന്താ കേസെടുക്കാത്തത്? വ്യാജ പരാതിയാണ്, ലീഗൽ റീകോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ദുരുപയോഗമാണ് എന്നെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി സംശയമില്ല, കോടതി പറയുകയും ചെയ്തു. അപ്പം വ്യാജ പരാതി പറഞ്ഞ സരിതയ്ക്കെതിരെ എന്താ കേസെടുക്കാത്തത്? അപ്പോ ഈ നാട്ടിന്റെ ഏറ്റവും ജനകീയനായ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനും ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവനിര താരങ്ങളിൽ ഒന്നായ നിവിൻ പോളിക്കും അങ്ങനെ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എവിടെ നീതി കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത്. മുഖ്യമന്ത്രിയോടും കൂടെ ഒരു വാക്ക്. മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയന്റെ ഇന്നലത്തെ പ്രസ്താവന കണ്ടു. ഈ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹം ഒരു നിലപാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റാണ്. അദ്ദേഹം എന്റെയും കൂടെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെയും കൂടെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ആദരവോട് ചോദിക്കാനുള്ളത്, അപ്പൊ ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ, സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സ്ത്രീയെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അങ്ങനെ പ്രശ്നമുണ്ടാക്കിയാൽ അവർക്കെതിരെ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിന്റെ പാർട്ടി സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അപ്പൊ ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെയും പുരുഷന്മാരുടെ അന്തസ്സിനെയും ചോദ്യം ചെയ്താലോ? ഈ കഴിഞ്ഞ ഡിസംബർ 12, 2024 കേരള ഹൈക്കോടതി സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അഭിമാനവും അന്തസ്സും ഉണ്ട് എന്നൊരു വിധിന്യായത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലം പറയുന്നത് പുരുഷന്മാർക്കെതിരെ വ്യാപകമായി അർത്ഥസത്യവും വ്യാജ പരാതികളുടെയും പശ്ചാത്തലത്തിലാണ്. ഉദാഹരണം, എനിക്കെതിരെ ഇന്നലെ വന്ന പരാതി, അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു, അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു, അവർക്കെതിരെ ഓർഗനൈസ്ഡ് ക്രൈം നടത്തും. എനിക്ക് തോന്നുന്നില്ല ആരോ എഴുതി കൊടുക്കുന്നതാണ്. നമ്മൾ ഞാൻ വക്കീൽ കൂടി ആയതുകൊണ്ട് വക്കീൽ ഭാഷ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. വക്കീൽ ഭാഷയിൽ ആരോ എഴുതി കൊടുക്കുകയാണ്. അതായത് കേസിനൊന്ന് ഗ്രാവിറ്റി കൂട്ടണം. ബോബി ചെമ്മണ്ണൂറിനെതിരെ ഈ വാക്ക് പറഞ്ഞതിനാണ് കേസെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നടക്കം പോലീസ് വീണ്ടും പറയുകയാണ് അനാവശ്യമായി ശരീരത്തിൽ സ്പർശിച്ചു. അപ്പം കേസിന്റെ ഗൗരവം കൂടിയല്ലോ. അതായത് 10 ക്യാമറകൾ മുമ്പിലുണ്ട്, 100-150 ആൾക്കാർ ഫ്രണ്ടിലുണ്ട്. അവിടെ വെച്ച് ആ പെൺകുട്ടിയെ കറക്കി. ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ തെറ്റാണ്, പക്ഷേ ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് എലിമെന്റും കൂടെ കൊണ്ടുവരും. ശ്രീ സുരേഷ് ഗോപി, ശിവല എന്ന മാധ്യമപ്രവർത്തക, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരുടെ തോളിൽ കൈവച്ചത് 100% തെറ്റാണ്. അതിന് പരസ്യമായിട്ട് ശ്രീ സുരേഷ് ഗോപി മാപ്പ് പറയുകയും ചെയ്യും. പക്ഷേ അത് സെക്ഷൽ അസോൾട്ട് ആണെന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? കേസിന് കുറച്ച് ഗ്രാവിറ്റി കൂടും, കേസിന് കുറച്ച് പവർ കൂടും എന്ന് ഉദ്ദേശിച്ച. അപ്പോ ഈ ആണുങ്ങൾക്കും ആ രീതിയിൽ വ്യാജ പരാതികളോ അർത്ഥസത്യ പരാതികളോ വന്നാൽ ഞങ്ങളുടെ ആത്മാഭിമാനവും അന്തസ്സും കൂടെ പ്രധാനമല്ലേ? ഒരു പശ്ചാത്തലത്തിൽ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞാൽ, നിവിൻ പോളിക്കെതിരെ ഒരു വ്യാജ പരാതി വന്നത് എല്ലാവരും കണ്ടുക. നിവിൻ പോളിയുടെ ഉദാഹരണം എടുക്കുന്നത്, പോലീസ് അത് അന്വേഷിച്ച് വ്യാജ പരാതിയാണെന്ന് കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതി റിപ്പോർട്ട് സമർപ്പിച്ചത് നിങ്ങൾ എല്ലാം ഒരുപക്ഷെ കണ്ടുകാണും. അതായത് നിവിൻ പോളി കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ദുബായിൽ വെച്ച് നിവിൻ പോളി 2 ദിവസം ഇവരെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാണ് ഒരു സ്ത്രീ കേസ് കൊടുത്തത്. ഞാനടക്കം മുഖ്യധാരാ ചാനലുകളിൽ ഡിബേറ്റിന്റെ ഭാഗമായിട്ട് മുഖം മറച്ചു വന്നെന്ന് ആ സ്ത്രീ പറയുകയാണ് നിവിൻ പോളി ഇവരെ റേപ്പ് ചെയ്തു. നിങ്ങൾ എല്ലാം കേട്ട് കാണും. നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് കൊച്ചിയിലായിരുന്നു, അതിന് തെളിവുണ്ട്, അതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, അതിന് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ഡേറ്റും മറ്റുമുണ്ട്. ഇത് പറഞ്ഞപ്പോ ആ പെൺകുട്ടി പറഞ്ഞെന്താ അറിയാമോ? ഞാൻ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറ്റി പറഞ്ഞാണ്. എല്ലാവരും നിങ്ങൾ കേട്ട് കാണും. ഉറക്കപ്പിച്ചിൽ എന്റെ ഡേറ്റ് മാറിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പൊ നിവിൻ പോളിക്ക് എതിരെ വ്യാജ പരാതിയാണെന്ന് പോലീസ് തെളിയിച്ചല്ലോ. ആ വ്യക്തിക്കെതിരെ കേസ് എടുത്തോ? ആ വ്യക്തിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷൻ എടുത്തോ? അതെന്താ എടുക്കാത്തെ?
നിവിൻ പോളി എന്ന് പറയുന്ന താരം അദ്ദേഹം പരാതി കൊടുക്കുകയും ചെയ്തല്ലോ. നിവിൻ പോളി എന്ന് പറയുന്ന താരം അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി നൽകിയെന്ന് പോലീസ് കണ്ടുപിടിച്ച് തെളിയിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ ഭാഗമായി നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് പോലീസ് തെളിയിച്ചു. ഇനി വേറെ ആരും തെളിയിക്കണ്ടല്ലോ, പോലീസ് ഓൾറെഡി കോടതി തെളിയിച്ചു. ആ പെൺകുട്ടിക്കെതിരെ എന്താ കേസ് എടുക്കാത്തത്? ആ പെൺകുട്ടിക്കെതിരെ വ്യാജ പരാതി നൽകിയതിന് എന്താ കേസ് എടുക്കാത്തത്? കുറച്ചുകൂടെ എല്ലാവരും ഓർക്കുന്ന ഉദാഹരണം പറയാം. ശ്രീമതി സരിത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്തതാണെന്ന് ഇന്ന് എല്ലാവർക്കും വ്യക്തമാണ്. കാര്യം കോടതി വിധിന്യായം അടക്കം വന്നു. ഉമ്മൻചാണ്ടി സാറിനെ 2-3 വർഷം നിരന്തരമായി വേട്ടയാടി. വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞല്ലോ. സരിതയ്ക്കെതിരെ എന്താ കേസ് എടുക്കാത്തത്? വ്യാജ പരാതിയാണ്, ലീഗൽ റീകോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ദുരുപയോഗമാണ് എന്നെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി സംശയമില്ല, കോടതി പറയുകയും ചെയ്തു. അപ്പം വ്യാജ പരാതി പറഞ്ഞ സരിതയ്ക്കെതിരെ എന്താ കേസ് എടുക്കാത്തത്? അപ്പോ ഈ നാട്ടിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനും ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവനിര താരങ്ങളിൽ ഒന്നായ നിവിൻ പോളിക്കും അങ്ങനെ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എവിടെ നീതി കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത്. മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ കേസെടുക്കാതെ, അല്ലെങ്കിൽ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ ആക്ഷൻ എടുക്കാതെ ഈ നാട്ടിലെ പുരുഷന്മാർക്ക് എന്ത് തരം നീതി ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നിങ്ങളോടും കൂടി പറയുകയാണ്, ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷനും അറിയണം. നാളെ നമുക്കെതിരെയും ഇതേപോലെ വ്യാജ പരാതി വന്നാൽ നമ്മുടെ കരിയർ, നമ്മുടെ ജോലി, നമ്മുടെ ശമ്പളം, നമ്മുടെ കുടുംബം, ഈ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഇത് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പേര് പറയണത് ശരിയാണോ എന്നറിയില്ല, എന്നാലും ഒരു പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് 2-3 ജീവിതത്തിലെ ഉദാഹരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോ എന്റെ കൂടെ വന്നിരിക്കുന്ന എന്റെ സുഹൃത്ത്, അദ്ദേഹത്തിന് ഇതേപോലെ ജീവിതത്തിൽ അദ്ദേഹത്തിനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗേൾഫ്രണ്ട് അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി കൊടുക്കുകയും അദ്ദേഹം അവസാനം കോടതി കുറ്റവിമുക്തരൊക്കെ, അല്ലെങ്കിൽ കോടതി അദ്ദേഹത്തിനെ അക്യൂസ്ഡ് അല്ലാതാക്കി ബെയിലൊക്കെ കൊടുത്തു. പക്ഷെ ഇന്നും പുള്ളിക്ക് ജോലിയും മറ്റും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ ആ വ്യക്തിയെ നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അറിയേണ്ട ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സും ഗൗരിദാസൻ നായർ സാർ എന്നായിരുന്നു പേര്. ദി ഹിന്ദുവിന്റെ ഏറ്റവും പ്രഗത്ഭനായ എഡിറ്റർ ഗൗരിദാസൻ സാർ വന്നാൽ താഴെ വന്നാൽ നമ്മൾ മേളിൽ എണീച്ച് നിൽക്കുകയായിരുന്നു. നന്നായി ഇംഗ്ലീഷ് പറയുന്ന, നന്നായി മലയാളം പറയുന്ന, ചാനൽ ചർച്ചകളിലൊക്കെ നിറഞ്ഞിരുന്ന ഒരു വ്യക്തി. ഈ വ്യക്തിക്കെതിരെ ഒരു ബ്ലോഗ് പോസ്റ്റ് ഈ പുള്ളിയുടെ പേര് പോലും വെക്കാതെ ഒരാൾ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് എഴുതി. അതിന്റെ താഴെ ആ വ്യക്തി പോലുമല്ല, വേറൊരു വ്യക്തി വന്ന് ഇത് ഇദ്ദേഹമല്ലേ എന്നൊരു പരാമർശം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ റിട്ടയർമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ മാറി ദി ഹിന്ദു പോലുള്ള ഒരു പ്രമുഖമായ പത്രത്തിൽ നിന്ന് അദ്ദേഹം പോയി. അദ്ദേഹത്തിനെതിരെ എന്നിട്ട് ഒരു പബ്ലിക് പരിപാടിക്ക് ഗസ്റ്റായി വിളിച്ചപ്പോൾ ഇവിടെ പ്രതിഷേധം ഉണ്ടായി. പുള്ളി കുറ്റക്കാരനാണോ തെറ്റുകാരനാണോ ഒന്നുമില്ല, പുള്ളിക്കെതിരെ അലിഗേഷൻസോ ഒന്നുമില്ല. പുള്ളിക്കെതിരെ പറയുന്നത് പോലും എന്താണെന്നറിയാമോ? അൺടുവേർഡ് സെക്ഷുവൽ അഡ്വാൻസ് നടത്തി എന്നാണ്. എന്താ പോലും അതറിയില്ല, എന്താണ് വ്യക്തമായ കാര്യം എന്നറിയില്ല. അൺടുവേർഡ് സെക്ഷൽ അഡ്വാൻസ്. ഒരു വ്യക്തിയുടെ ജീവിതവും ജന്മവും കരിയറാണ് പോകുന്നത്.